കളമശ്ശേരിയിലും സ്വകാര്യ മാലിന്യ ശേഖരണ കേന്ദ്രം. സമീപവാസികൾ ആശങ്കയിൽ. കളമശ്ശേരി നഗരസഭയിൽ 12-ാം വാർഡിൽ തോഷിബയ്ക്ക് സമീപത്തായാണ് പാലയ്ക്കാമുകളിലെ ആരാധനാലയം വാടകയ്ക്ക് നൽകിയിരിക്കുന്ന ഭൂമിയിലും സമീപത്തെ സ്വകാര്യ ഭൂമികളിലും മാലിന്യ ശേഖരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇത് അനധികൃതമായാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നാണ് പരിസരവാസികൾ പറയുന്നത്. ടൺ കണക്കിന് മാലിന്യമാണ് ഇവിടെ കൊണ്ടുവന്ന് ശേഖരിച്ചിരിക്കുന്നത്. നിത്യേന നിരവധി വാഹനങ്ങളിൽ മാലിന്യം കൊണ്ടുവരുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. പള്ളിയുടെ 12-ാം വാർഡിലെ സ്ഥലമാണിത്. ഇവിടെ വേസ്റ്റ് മാത്രമേ അവർ ഇടുള്ളൂ, വേറെ ഒരു പരിപാടിക്ക് അവർ കൊടുക്കൂല. ഇപ്പം ഞങ്ങൾ ഇതിന് മുമ്പ് തെർമോക്കോളർ ഉരുക്കൽ, പിന്നെ അതിന് മുമ്പ് ഇതുപോലെ വേസ്റ്റ് ഇടൽ, ഇതുപോലത്തെ പരിപാടികൾ മാത്രമായിരുന്നു ഇവിടെ. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇത് കുഴപ്പമില്ല, ഇത് ഞങ്ങൾ ഒരു ഷെഡ് കെട്ടി ഞങ്ങൾ വേറൊരു ഇവിടെ, അതായത് മലപ്പുറത്ത് പോയി ഇവർക്ക് കുറേ പരിപാടികളുണ്ട്, അവിടെ ഷെഡ് പോയി കണ്ടിട്ട് ഞങ്ങളത് ഇവിടെ പറ്റും, ഒരു കുഴപ്പമില്ല എന്ന രീതിയിലാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് ഷെഡും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ കൂമ്പാരം കൂട്ടി ഇട്ടേക്കാണ്. ഈ വെള്ളം മുഴുവനും ഒഴുകി വന്ന് ഞങ്ങളുടെ, അതായത് വെള്ളത്തിൽ കൂടി ഞങ്ങൾക്ക് ഇപ്പോൾ കിണറിൽ വെള്ളം വന്നേക്കാണ്. അങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇതിനൊരു പരിഹാരം ഇല്ലായിരുന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രയും വേഗം ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം നിങ്ങൾ മുനിസിപ്പാലിറ്റി ആരാ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്തു തരണം. ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 മാസത്തോളമായി. പ്ലാസ്റ്റിക് അല്ല, ഇത് ഓരോ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന വേസ്റ്റുകൾ ഇപ്പോൾ എവിടുന്ന് ഡംപിന് ഈ അടിയിൽ നിന്ന് കണ്ട് നേരിട്ട് കൊണ്ടുവന്നിട്ടേക്കുന്നതാണ്. അതുപോലെ ഒരു ദിവസം ഒരു 10 വണ്ടികളാണ് ഇവിടെ വരുന്നത്. 10 വണ്ടികളോളം ഏകദേശം വരുന്നുണ്ട്. എന്നിട്ട് ഇവർ ഒരു പരിപാടിയും ചെയ്യില്ല. മാലിന്യം സംസ്കരിക്കുന്നത് പ്രസ് ചെയ്യുന്ന പരിപാടിയാണെന്നാണ് പറഞ്ഞത് അവർ. ഇപ്പോൾ പ്രസ്സിങ് കൊണ്ടുവന്നിട്ടില്ല. ഇവർ ട്രാൻസ്ഫോമർ വയ്ക്കും, പിന്നെ വോൾട്ടേജിൻ്റെ പ്രശ്നമുണ്ട്. ഇവർ പ്രസ്സിങ് വെച്ച് പ്രസ് ചെയ്തിട്ട് വണ്ടികളിലേക്ക് കൊണ്ടുപോകാനാണ് എന്നാണ് പരിപാടി എന്നാണ് പറഞ്ഞത്. പക്ഷെ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊന്നും സാങ്ഷൻ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇവർ എല്ലാവരും പറയുന്നത് ഞങ്ങൾ എല്ലാ പേപ്പർ ഭാഗങ്ങൾ പക്കയാണ്, അങ്ങനെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പള്ളി കമ്മിറ്റിക്കാരായിട്ട് പറഞ്ഞിട്ട് ഒന്നും ഒക്കെ ഉള്ള പരാതി ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇത് പരാതി കൊടുക്കണം. ഇനി ഞങ്ങൾ ചെറിയ രീതിയിലൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഡെയിലി ഒരു 10 വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം ഞങ്ങളിപ്പോൾ ഇവിടുത്തെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വോൾട്ടേജ് ഇല്ല. ഫ്രിഡ്ജ് ഇൻവെർട്ടർ ചീത്തയായി പോയി, പിന്നെ ഞങ്ങൾ 2-3 ലൈറ്റുകൾ പോയി, പിന്നെ സോളാർ പാനൽ പോയിട്ടുണ്ട്. ഈ വോൾട്ടേജ് വെൽഡ് ചെയ്യും, സിംഗിൾ ഫേസ്. ആദ്യം ഇവിടെ 3 ഫേസ് ആയിരുന്നു, അത് സിംഗിൾ ഫേസ് ആക്കി. അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ അവിടെ ഒറ്റയടിക്ക് വോൾട്ടേജ് പോവുകയാണ്. ഞങ്ങൾക്ക് കമ്പ്യൂട്ടറൊന്നും ഓൺ ചെയ്യാൻ പറ്റില്ല, വലിയ പ്രശ്നമാണ്. ഇവിടെ ഇരുമ്പ് ചട്ടക്കൂടുകൾ ഉപയോഗിച്ച് നിർമ്മാണവും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ മാലിന്യ ശേഖരണ കേന്ദ്രം പ്രവർത്തിക്കുന്നതിന് വേണ്ട അനുമതികളോ രേഖകളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇത് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇടയ്ക്കിടെ ഇവിടെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ടെന്നും ഇതിൽ നിന്നും വരുന്ന പുക ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും സമീപവാസികൾ പറഞ്ഞു. പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ മാലിന്യ ശേഖരണ കേന്ദ്രം പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് പ്രദേശവാസികളോടുള്ള വെല്ലുവിളിയാണെന്നും ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്നും സമീപവാസികൾ പറഞ്ഞു. ആവശ്യമായ രേഖകളും അനുമതിയോടും കൂടിയാണ് ഇതിവിടെ പ്രവർത്തിക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. നാട്ടുകാരുടെ പരാതിയിൽ മുനിസിപ്പൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.